ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ദിയാകൃഷ്ണയായിട്ട് സംബന്ധിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റും സെയിം ആ ടോപ്പിക്ക് തന്നെയാണ്. കാര്യം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 3 പെൺകുട്ടികൾ ഭൂലോകുടായ്പകളാണ്. അതേപോലെ തന്നെ അവന്മാരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയുന്നതൊക്കെ കള്ളമാണെന്നുള്ള രീതിക്ക്. അപ്പം അത് ശരിയാണ് എന്നുള്ള രീതിക്കത്തെ തെളിവുകളൊക്കെ നമുക്ക് വന്നിരിക്കുകയാണ്. അത് ഇന്നലെ രാത്രി തൊട്ടിട്ട് തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അഹാന കൃഷ്ണയുടെയും സിന്ധു കൃഷ്ണയുടെയും ഭാഗത്ത് നിന്ന് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അവര് തന്നെ സ്വന്തം കുഴി തോണ്ടുന്നൊരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഇവന്മാര് തന്നെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ സമയത്ത് ജാതി കാർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ കാർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വുമൻ കാർഡും ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം പാളിപ്പോയി. ഇതെല്ലാം ഇവർക്ക് നിയമസഹായം നൽകുന്ന ഒരു വക്കീലിന്റെ ബുദ്ധിയാണ്. കഥ കേൾക്കുമ്പോഴേ അറിയാം അതൊരു വക്കീൽ കുട്ടപ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന്. അപ്പം അതൊക്കെ പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ജാതിനെ പറ്റി പറയുന്ന സമയത്ത് ദിയാകൃഷ്ണ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉത്തരമുട്ടമ കൊണ്ടുവരില്ലേ, അതാണ് ഈ ജാതി കാർഡ്. എന്റെ ഫാമിലിക്കകത്ത് തന്നെ എന്റെ അച്ഛൻ നായർ, എന്റെ അമ്മ ഈഴവ, എന്റെ ഹസ്ബൻഡ് ബ്രാഹ്മൺ, എല്ലാം കൂടെ ചേർന്ന് മിക്സർ ആയിട്ട് വരും ഞാനും എന്റെ ജനിക്കാൻ പോകുന്ന കൊച്ചും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജാതി എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുമല്ലേ അതിന്റെ ഒരു ഇത്. ജാതി മതം എന്നൊക്കെ പറയുന്ന ഒരാള് ഇപ്പൊ മേ ബി അവർക്ക് അവസാനിക്ക് ഒന്നും പറയാനില്ലേ കേസിനകത്ത്. എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അറ്റ്ലീസ്റ്റ് അവരുടെ ജാതിയിലുള്ളവർക്ക് ഒരു വാശി കയറട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം. ഞാൻ എന്റെ എല്ലാ ഫംഗ്ഷനും ഇവരെ വിളിക്കും. ഞാൻ ഇവരുടെ കൂടെ പോയി ഇരുന്ന് ഞാൻ പാക്ക് ചെയ്യും. ഞാൻ ഇവർക്ക് ബാത്റൂം കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബാത്റൂം കഴുകും, ഞാൻ അവിടെ തുടയ്ക്കും, വൃത്തിയാക്കും, എല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് ജാതി പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ എന്റെ ഓഫീസിൽ പോയി ഞാൻ കേട്ടേണ്ട കാര്യം എനിക്കില്ലല്ലോ. എനിക്ക് പറയാലോ ഇന്ന ജാതിയിലെ ആളെ ഞാൻ അടുത്ത് വരില്ല, എന്റെ ഓഫീസിൽ കയറേണ്ടത് എനിക്ക് പറയാലോ. പിന്നെ ഞാൻ അവരെ റിക്രൂട്ട് ചെയ്തു, അവിടെ തന്നെ അവരുടെ പോയിന്റ് വാലിഡ് അല്ലല്ലോ. ജാതിക്കാർഡ് ഇറക്കിയപ്പോഴത്തേക്ക് ജാതിക്കാർഡിനെ ദിയ ക്രോസ് ചെയ്തല്ലോ. അതങ്ങനെയല്ല എന്നുള്ള രീതിക്ക് ദിയന്റെ വീഡിയോ വന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾമാര് നേരെ ദിയയുടെ ഭർത്താവിനെ കെറിപ്പിടിച്ചു. അതായത് ഭർത്താവ് ഇവൾമാരെ രാത്രി വിളിച്ചിട്ട് ശല്യം ചെയ്യാറുണ്ടെന്നുള്ള രീതിക്ക് ഒരു സ്റ്റോറി വന്നു. കുട്ടികളെ ഇപ്പം എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരം വെളുക്കട്ടെ, അതുപോലെ അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത കഥ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഇവരുടെ ഡ്രസ്സെ പിടിച്ച് വലിച്ചു എന്നുള്ള രീതിക്കത്തെ ഒരു സ്റ്റോറിയായി. സ്ഥിരം പെൺപിള്ളേരുടെ നമ്പറാണ്. ആക്ച്വലി എന്തെങ്കിലും ഒരു പ്രശ്നം ഒരാളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നേരെ സെക്ഷൽ അബ്യൂസ് അയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കള്ളക്കേസ് കൊടുക്കുക. ഇങ്ങനെ ഇവർ കള്ളക്കേസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജെന്യുവിനായിട്ടുള്ള കേസുകൾ പോലും ഇത്തരത്തിൽ സംശയത്തിന്റെ കണ്ണിലൂടെ നോക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവൾമാരെ പോലുള്ള പെൺപിള്ളേര് കാരണം. അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു, അടിക്കാൻ വരുന്നുണ്ടായിരുന്നു. കൃഷ്ണകുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നന്നായിട്ട് ചീത്ത വിളിച്ചു. ഞങ്ങൾ അസോൾട്ട് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾമാര് ഈ മീഡിയയുടെ മുന്നിൽ പറഞ്ഞേക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു വക്കീലിന്റെ ബുദ്ധിയാണ്. അത് കേൾക്കുന്ന ഏതൊരു ബോധമുള്ള ഒരാൾക്കും മനസ്സിലാവും ഇതൊരു വക്കീല് എഴുതി കൊടുത്തിട്ടുള്ള സാധനം പഠിച്ചു പാടുവാണെന്നുള്ളത്. അപ്പം ദിയയുടെ നേരെയും ദിയയുടെ ഹസ്ബൻഡിന്റെ നേരെയും ദിയയുടെ അച്ഛന്റെ നേരെയും ഒക്കെ ഉള്ള ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇവൾമാര് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയാകൃഷ്ണ ഞങ്ങളുടെ പേരിൽ ഈ പേയ്മെന്റ്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ടാക്സ് വെട്ടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പറ്റിയിട്ട് ദിയ ചേച്ചി അഡ്രസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ബിസിനസ് രംഗത്ത് നോക്കുമ്പോൾ ഈ ടാക്സ് ഒഴിവാക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. അവർ പൈസ എടുത്തതല്ല, ദിയ പറഞ്ഞിട്ടാണ് അവരുടെ QR കോഡിലേക്ക് പൈസ കൊടുത്തതെന്നാണ് അവർ പറയുന്നത്. അവർ ഈ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ഫോട്ടോയോ ഒരു വീഡിയോ പോലും അവർ നിങ്ങളുടെ ആരുടെയും മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വേറെ ഞാൻ അവരോട് പറയുന്നതിന്റെ തെളിവുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊറ്റ കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി, ഒരു ചാറ്റോ വോയിസ് നോട്ടോ നിങ്ങൾക്ക് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചോദിച്ചാൽ മതി. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വിഴുങ്ങും. ഇങ്ങനെ ഒരു അലിഗേഷൻ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിന് വേണ്ട തെളിവുകൾ കൊണ്ടുപോവാ. കാരണം ഇത് ഈ കേസ് കോടതിയിൽ പോകുമ്പോൾ കോടതിക്ക് ആവശ്യം തെളിവാണ്. കോടതിയിൽ തെളിവില്ലാത്തപ്പോൾ ഇത് തള്ളിപ്പോവും. ദിയ ഇങ്ങനെ ടാക്സ് വെട്ടിക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ, എന്തെങ്കിലും ഒരു വോയിസ് നോട്ട് കൊണ്ടുപോവാ. അത് അവന്മാരുടെ കയ്യിലില്ല. പിന്നെ ഇവൾമാരുടെ കള്ളി വെളിച്ചത്താവുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ദിയയുടെ അമ്മയുള്ള സിദ്ധു കൃഷ്ണ മാമിന്റെ യൂട്യൂബ് ചാനലില്. ആ വീഡിയോയില് ഇങ്ങനെ ഇന്നലത്തെ മീഡിയ കിടന്ന് അഴിഞ്ഞാടി അവൾമാരൊന്നുമല്ല, അയ്യോ ഇതുപോലെ വഞ്ചപാവം പെണ്ണുങ്ങളില്ല, അതുപോലെ 3 കൂടി ഇരിക്കുന്നത് കൂടിയിരിക്കുന്നു അഹാന ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമുക്ക് തോന്നും എടാ പാവടാ ഇവരാണാടാ ഇത് ചെയ്തതെന്ന് തോന്നും. ആ രീതിക്കിരിക്കുന്ന ഓക്കെ. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും ഇവരെ തട്ടിക്കൊണ്ടുപോയതാണോ അത് കെട്ടിയിട്ടോന്നൊക്കെ. അതിനകത്ത് നല്ല വൃത്തിക്ക് ഇവർ കാണിച്ചു വെച്ചിട്ടുണ്ട് അവരെന്താണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. മാന്യമായിട്ട് ചോദിച്ച് ഫുഡും കൊടുത്തിട്ടായ 3നെ വിട്ടത്. എന്നിട്ടാണ് ഇപ്പുറത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയത്. സിനിമയാണോടാ ഇത്? അയ്യോ അധികം പാവം കളിക്കില്ലേ, പിടിച്ചിട്ടിരിക്കുക. ആ പാവം വിടും, തെറ്റ് നീ കാണില്ല.
5,000, 10,000, 50,000 അല്ല മുറിച്ചത്. ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. ഇവർ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവർക്ക് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്നുള്ള രീതിക്ക് കണക്കുള്ളൂ. കറക്റ്റ് കണക്ക് ഇവർ പിന്നെയാണ് ഇവർ റിയലൈസ് ചെയ്യുന്നത് ഏകദേശം 69 ലാഖിനടുത്ത് ഇവർക്ക് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. അപ്പം ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 25 ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവൾമാര് മറ്റേ പീരിയയുടെ മുന്നിൽ സ്റ്റാർ ആവാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്തു. അതായത് കൃഷ്ണകുമാർ ഞങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞിട്ട് കൃഷ്ണകുമാറിന്റെ ഇത് ഫേസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു വക്കീല് പറഞ്ഞു കൊടുത്ത ബുദ്ധിയാ. ആ വോയിസ് ഞാൻ വെക്കാവേ. 8,72,000 ആണല്ലോ. ഇത് കണക്കെടുത്ത് ഞങ്ങള് 1 കോടി ഒരുമിച്ച് ഇവിടുന്ന് പോയിട്ടുള്ള ക്യാഷും ഇവിടുന്ന് സാധനങ്ങള് എത്ര സാധനം പോയിട്ടുണ്ടെന്ന് കണക്കെടുത്ത് ഞങ്ങളിന്ന്. നിങ്ങള് വേറെ കച്ചവടം നടത്തുന്നത് ഇവിടുത്തെ സാധനം കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഗസ്റ്റുകളുടെ കൂടെ നമ്പർ എടുത്ത് അവർക്ക് നിങ്ങൾ കച്ചവടം ചെയ്തല്ലേ? ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവൾമാർ ആ പൈസ എടുത്തത് കൊണ്ടല്ലേ ഇവൾമാരുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഇവരെന്തിനാ മീഡിയയുടെ മുമ്പിൽ വന്നത്? ഞങ്ങൾ എടുത്തിട്ടില്ല, അവര് കള്ളക്കേസ് കൊടുത്തതാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ വോയിസ് ഒക്കെ പുറത്തു വിടുമ്പോഴത്തേക്കും അവിടെ ഇപ്പൊ എന്താ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവൾമാര് പൈസ എടുത്തു എന്നുള്ളത്. അതുപോലും ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ല. കഷ്ടം. ഇപ്പൊ മൊത്തത്തിൽ പെട്ട ഇടപെടലും റീച്ച് ആയിട്ടിരിക്കുവാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവൾമാർ ആദ്യം ഒരു 8 ലക്ഷത്തിന്റെ കേസ് പറഞ്ഞു. ഈ 8 ലക്ഷത്തിന്റെ കേസ് ഇവൾമാര് പറഞ്ഞവര് ഇപ്പുറത്ത് വന്നിട്ട് പറയാണ്, ഇല്ല ഞങ്ങൾ 5 ലക്ഷമേ കൊടുത്തു. ഈ പൈസയൊക്കെ എന്തിനടാ കൊടുത്തത്? നിങ്ങൾ കട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ പൈസ തിരിച്ചു കൊടുത്തു? എന്തിന് കൊടുത്തു? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചു, നിങ്ങൾ കട്ടിട്ടില്ല പിന്നെ നിങ്ങൾ എന്തുവാ തിരിച്ചു കൊടുത്തത്? നിങ്ങളുടെ സാലറി ആണോ എന്ന്. പറയുന്നതായിട്ട് പൊരുത്തക്കേടുണ്ടല്ലോ. ഇല്ല, അവിടെ 82 ലക്ഷം അല്ല കൊടുത്തത്, അവിടെ ഞങ്ങൾ 5 ലക്ഷം രൂപയോളമാണ് കൊടുത്തത്. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവൾമാര് പൈസ കൊടുത്തു. 8 ലക്ഷം 5 ലക്ഷം എന്തോ ആയാലും ഇവൾമാര് പൈസ കൊടുത്തു. അപ്പൊ കട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ളത് കാണാം. കാര്യം പറയും എന്താണ് ചെയ്തത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണില് എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ല. ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ഇതില് അഹാന ചോദിക്കുന്ന സമയത്ത് ഇവൾമാര് സമ്മതിക്കുന്നുണ്ട്, ഞങ്ങള് ദിയയുടെ സ്കാനർ മാറ്റിയിട്ട് ഞങ്ങളുടെ QR കോഡ് വെച്ചിട്ട് പൈസ കട്ടിട്ടുണ്ടെന്ന്. ഇവൾമാര് വന്ന് രാവിലെ മീഡിയയുടെ അടുത്ത് അഴിഞ്ഞാടിയത് എന്തുവാ? ഞങ്ങള് കട്ടിട്ടേ ഇല്ല. അതൊരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണോ? അപ്പം ഇവര് തന്നെ പറയുന്നത് ഞങ്ങൾ ഈ പൈസ എടുത്തത് ഈക്വലി ഡിവൈഡ് ചെയ്തു എന്ന്. അത് ഹന ചോദിക്കുന്ന സമയത്ത് മറ്റേ നടുക്കിരിക്കുന്ന ആ കണ്ണാടി വെച്ചവളുണ്ടല്ലോ, അവളാണ് ഇതിനകത്ത് ഭൂലോക കളി. അവളാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. ആണി അവള് തലയാട്ടി കാണിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ ഉള്ളതാ. അല്ല, ഇവര് ഓഫ് ചെയ്തിട്ട് അപ്പൊ CCTV കട്ടാവും. CCTV ഇല്ല അവിടെ. ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുമ്പോ ഫ്രണ്ട് പറഞ്ഞു പോയപ്പോ അതാ ഞാൻ പറഞ്ഞേ. ഹൻസിനോട് കണ്ടോ ഇവൾമാര് മീഡിയനെ കണ്ട സമയത്ത് ഇവൾമാര് പറഞ്ഞത് എന്താ? ഇത്രയും ഹാപ്പി കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയും ഈ സ്റ്റോറിയും ഒക്കെ ഇടുന്ന ദിയ കണ്ടിട്ടില്ല ഇവിടെ ഇത്രയും പൈസ ഞങ്ങൾ എടുത്തത്, അതിന് തെളിവില്ലേന്ന്. അപ്പം അതിനുള്ള തെളിവാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. CCTVയുടെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് വെക്കും. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാനായിട്ട് ആ ക്യാമറയ്ക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാവത്തില്ല. അപ്പൊ ചേച്ചിമാര് ചെയ്യുന്നതൊന്നും റെക്കോർഡഡ് ആവത്തില്ല. അപ്പൊ തെളിവില്ല എന്നാണ് ചേച്ചിമാര് വിചാരിച്ചത്. പക്ഷെ പലതും പുറത്തു വന്നു. പാവണ്ടടാ, വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഇത്രയും നാൾ വരെ ദിവ്യ മാത്രം എടുത്ത് എത്ര വർഷമാണ്? ബാക്കി എന്നെ പോട്ടു. അല്ല, അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളത് 3 പേര് എത്ര എടുത്തു? 1 ലക്ഷം രൂപ എന്തായാലും 40,000 പറഞ്ഞെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ കണ്ടു. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 40,000 രൂപയെ ഞാൻ എടുത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. 40,000 രൂപയുടെ ഇപ്പുറത്തായിട്ട് ഒരു പൂജ്യവും കൂടെ എക്സ്ട്രാ ഇടുന്നതായിരിക്കും നല്ലത്. കാര്യം അതിൽ കൂടുതൽ എമൗണ്ട് പോയിട്ടുണ്ട്. 40,000 രൂപ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ദിയ അപ്പുറത്തെന്ന് പറയുന്നുണ്ട് 40 പറഞ്ഞിട്ടുണ്ട് 1 ലക്ഷം പോയിട്ടുണ്ടാവും. അപ്പോഴും അവര് ചിന്തിക്കുന്നില്ല 69 ലക്ഷം രൂപയുടെ അടുത്ത് അവരുടെ മൊത്തത്തിൽ ഈസ്കീട്ടാണ് ഈ 3 ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പിന്നീടാണ് അവരത് അറിയുന്നത് ശരിക്കും ഇവന്മാര് നല്ല രീതിക്ക് പറ്റിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് മുമ്പിൽ ഇരുന്നിട്ട് പഞ്ചപാവങ്ങളെ പോലെ ഇരിക്കണമെങ്കിൽ ഇവന്മാർ പഠിച്ച കളികളാണ്. ഓക്കെ, അവന്മാർക്ക് നല്ല രീതിക്ക് അറിയാം. നമ്മൾ പറയില്ലേ കക്കാൻ അറിയാവുന്നവർക്ക് നിൽക്കാനും അറിയാമെന്ന് പറയത്തില്ലേ? ഈ 3 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അത് ശരിയാണെന്ന്. കാര്യം
പോലെ 3 ഇരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ സമയത്ത് ഇതുപോലെ പാവങ്ങളില്ല. എന്നാ കാണിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന്റെ അപ്പുറം. ഓക്കെ, എന്തിന് ജോലി നടത്തിയത്? 2 വീട് പണിക്കായിരുന്നു. 2 വീട് അയാൾക്ക് പണിയാണ്. അല്ല, ഇവരെടുത്തിട്ടാണോ കൊടുത്തത്? ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. ഒരു സെക്കൻഡ്, ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ്. ഇവന്മാര് വിചാരിച്ചില്ലെന്ന് തോന്നുന്നു ഈ വീഡിയോ പുറത്തു വരുമെന്ന്. മേ ബി അതുകൊണ്ടായിരിക്കും ഈ കള്ളത്തരം പറഞ്ഞത്. വെച്ചാൽ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ എടുത്ത രീതിക്ക് കണക്ക് വരെ കാണിച്ചു കൊടുത്തത്. അതായത് അവക്ക് 500, എനിക്ക് 500, മറ്റവർക്ക് 500 എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളും എടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് നാടകം കളിച്ചത്. സംസാരിക്കായിരിക്കും അപ്പൊ എടുത്തിട്ട് പറയാൻ പറ്റില്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല, ഞാൻ കണക്ക് എത്തിച്ചാൽ കണക്കാക്കി പറയല്ലേ. കമ്പനിക്ക് കൊടുക്കും കേട്ടോ, കമ്പനിക്ക് കൊടുക്കും. നമ്മൾ നിങ്ങൾ വിചാരിക്കുന്ന ലെവലിൽ പോകില്ല. നിങ്ങൾ എടുത്തിരിക്കുന്ന പൈസ അത്രയ്ക്കാണ്. അറിയാൻ എത്രയാണ് ഉദ്ദേശം? എന്താ പറയാമെന്ന്? അത് മനസ്സിലായി. നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്. അറിയാലോ, ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടല്ലോ, ഇതിനെയാണ് ഇവൾമാര് തട്ടിക്കൊണ്ടുപോക്കൽ എന്ന് പറഞ്ഞത്. അതായത് തട്ടിക്കൊണ്ടുപോയി കൃഷ്ണകുമാരന്റെ ഡ്രസ്സ് വലിച്ചു കീറി എന്നുള്ള രീതിക്കൊക്കെ വൃത്തികേട് മറ്റേ ന്യൂസിന്റെ മുമ്പിൽ വന്നിരുന്ന പറഞ്ഞത്. അതില് ഈ തട്ടിക്കൊണ്ട് പോകുന്ന സാധനം ഇച്ചിരി കുറച്ച് കൂടി പോയില്ലെന്ന് പറഞ്ഞപ്പോൾ തോന്നിക്കാണാം. അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അറിയാത്ത വണ്ടിയിൽ ഞങ്ങളെ ഇങ്ങനെ കയറ്റി ഓരോ സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അത് തട്ടിക്കൊണ്ട് പോകലായിട്ട് തോന്നിയെന്ന്. തട്ടിക്കൊണ്ട് പോയവരാണെങ്കിൽ പോലും അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവരെ 3G ആക്കിയിട്ട് അവരുടെ മോളെ കുറ്റക്കാരിയാക്കിയിട്ട് മുന്നിൽ നിൽക്കുന്ന 3 എണ്ണത്തിന് ഫുഡും വെള്ളവും വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ച് മാന്യമായിട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ദിയേന്റെ ഫാമിലിനെ എന്താ പറയുന്നത്, ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാതെ പറ്റത്തില്ല. കാര്യം ഞാനൊക്കെ ആണെങ്കിൽ വേറെ വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞേനെ. അത് നമ്മുടെ ഫുള്ള് ടെമ്പർ തെറ്റി നിൽക്കുന്ന സമയമായിരിക്കും. ഇവിടെ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നപ്പോൾ അമ്മ പറയാം, ഞാനൊന്നും ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല പ്രതികരിക്കുന്നതെന്ന്, അവർക്കൊക്കെ അത്ര ക്ഷമയുള്ളത് കൊണ്ടാണെന്ന്. അതുപോലെ അവരെ ടോർച്ചർ ചെയ്തിട്ടും അവരത്രയും അവരുടെ മാന്യത വിട്ടിട്ട് ഒരു സാധനം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ 3G ആക്കി നിൽക്കുന്നവർക്ക് ഫുഡും വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞു വിട്ടിട്ട് ഇപ്പുറത്ത് വന്ന് അവർക്കെതിരെ വീണ്ടും പറഞ്ഞേക്കുന്നു. ഉളുപ്പുണ്ടോ? ഇനിയിപ്പോ സെൻട്രൽ ജയിലിൽ ഇപ്പൊ ഗോതമ്പുണ്ട തിന്നാം. ബിരിയാണിയൊക്കെ തിന്നില്ലേ, മതി, ഇനി ഗോതമ്പുണ്ട തിന്നാം നമുക്ക്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ദിയാകൃഷ്ണ ഇത് അറിഞ്ഞ് അന്ന് രാത്രി വിളിച്ചിട്ട് ഒരു കോള് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവൾമാര് തന്നെയാണ് ഇത് പുറത്തു വിട്ടത്. വെച്ചാൽ ഇവളെ തല്ലാനുള്ള വഴി ഇവൾമാർ സ്വയം വെട്ടിക്കൊടുത്തതുപോലെ ആ കോൾ റെക്കോർഡ് പുറത്തു വിട്ടത്. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടടാ. സൂപ്പർ ഐഡിയ ആയിരുന്നു അത്. അത് ഏതവൻ പറഞ്ഞു തന്നാണെങ്കിലും പൊട്ട ബുദ്ധിയായിപ്പോയി. പക്ഷെ അത് നിങ്ങൾക്ക് വിനയവായി, മറ്റവർക്ക് രക്ഷയുമായി. ട്രാൻസാക്ഷൻ മുഴുവൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിനകത്തൂടെ പുറത്തു വിട്ടു. മനസ്സിലായി? 3 പേർക്ക് ജീവിക്കാൻ പറ്റാത്ത വകുപ്പ് ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? എത്ര രൂപയാണ് പറ്റിച്ചേക്കുന്നത് ദിവ്യ ചേച്ചി? അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞതല്ലേ? വിളിച്ചാണല്ലോ ചേച്ചി. ഇതിനുള്ള വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. നിങ്ങൾ എന്നത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്.
പക്ഷെ അത് കട്ടുമോട്ടിച്ചും അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യല്ല സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു പറ. ഇത് ഒരാളുടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞെന്നറിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് അളവ്, എല്ലാവരുടെ ലാസ്റ്റ് അളവ് സൂയിസൈഡ് ചെയ്യാൻ പോവാത്. എന്ത് പറഞ്ഞാലും രണ്ടാമത്തെ ഞങ്ങൾ സൂയിസൈഡ് ചെയ്താൽ മതിയല്ലോ. അവിടെ അത് പറഞ്ഞു കൊടുക്കുന്നത്, ഇനി ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറയാത്. എന്റെ പൊന്നേ, ഇമാതിരി പെണ്ണുങ്ങള് സമ്മതിക്കണം കേട്ടോ. തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ചെയ്യാന്ന് പറയാം. പിന്നെ നിങ്ങൾ പറയുന്നത് മൊത്തം അല്ല ഒരു പേയ്മെന്റ് 55 കൊടുത്തെന്ന് പറയുന്നു. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-50 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രമുണ്ട് 55,000. അതല്ല ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവന്മാര് പൈസ എടുത്തിട്ടുണ്ട്, ഇവന്മാര് കള്ളികളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി വീഡിയോ എടുത്തതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഒന്നും ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റും. പക്ഷെ അതാണ് ഏറ്റവും വലിയ തെളിവ്, ഇവന്മാര് കള്ളികളാണെന്നുള്ളത് തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവ് വന്നേക്കുന്നത് ഈ വീഡിയോയാണ്. അത് ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിനു മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും, എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. എനിക്കിത് കാണുമ്പോഴത്തേക്കും തോന്നുന്നത് ദിയ ആയതുകൊണ്ടാണ് ഇതിലൊതുങ്ങിയത്. ഇപ്പൊ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറം കേൾക്കേണ്ടി വന്നേനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാന്യമായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ദിയയുടെ ക്ഷമ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്ഥാപനത്തില് നിന്ന് അത്രയും അനിയത്തിമാരെ പോലെ കൊണ്ട് നടന്നിട്ട് അവർക്കിട്ട് പണിതിട്ട് വന്ന് നിന്ന് കരയിന്ന്, അത് കരച്ചിലും അല്ല, പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അപ്പോഴും ചിന്തിക്കുന്നുണ്ടാ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മറ്റവരെ ത്രട്ടൺ ചെയ്യാണ്. അത്രയ്ക്കുണ്ട് ബോധം. ചെവിക്കല് നോക്കി പൊട്ടിക്കേണ്ട കേസാണ് ഇതൊക്കെ. ഇവരായതുകൊണ്ട് അത് വെറുതെ വിട്ടതാ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ വീതിക്കര തല്ലിയേനെ, കേസൊക്കെ രണ്ടാമത് നോക്കിയേനെ. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. അല്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചോണ്ടിരുന്നോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഇവന്മാർ ഓൾറെഡി ആദ്യമേ പറഞ്ഞു ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന് പറ ദിവ്യ എന്ന് പറഞ്ഞപ്പോ ദിയ തന്നെ പറഞ്ഞു നിങ്ങൾ പോയി ചാവാൻ. അത്രേ ഉള്ളൂ. സൂയിസൈഡ് ചെയ്യാൻ പോകുന്നവർക്ക് പിന്നെ ചാവോ കൊല്ലുവോ എന്നുള്ളതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വായിട്ട് ഒരച്ച് നിങ്ങൾ കുറച്ചാൾ മഴ തിരികൊണ്ടിരിക്കുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി ചേച്ചി. ഇല്ല, ഇവന്മാര് തന്നെ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് ഇവന്മാര് വന്നിട്ട് ഇപ്പൊ പറയുവാണ് സോറി ചേച്ചിന്ന്. എടാ, ഇവന്മാർക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ നമ്മൾ എന്തിനാ സോറി പറയുന്നത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ പൊതുവെ സോറി പറയാ. തെറ്റ് ചെയ്യാത്തൊരു വെറുതെ സോറി പറഞ്ഞോണ്ടിരിക്കുവോ? അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കി ഇവന്മാരെന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കള്ളികളാണ് എന്ന് അവന്മാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ. എന്നിട്ട് ഈ മീഡിയയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങള് ജോലിയിൽ നിന്ന് പോകുന്നത് വെച്ചിട്ട് ദിയ കള്ളക്കേസ് കുടിക്കിയതാ. അതേപോലെ തന്നെ ഉടനെ അതെല്ലാം കയ്യിൽ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഉടനെ ജാതിക്കാട് ഇറക്കി. എടോ, ജാതി മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യനുണ്ടാക്കിയതാണ്. അതൊക്കെ വെച്ചിട്ട് ഇമ്മാതിരി വൃത്തികേട് കാണിക്കുന്ന നിന്നെയൊക്കെ ഉണ്ടല്ലോ ചെരുപ്പൂരി തല്ലണം. അമ്മാതിരി വൃത്തികെട്ട പെണ്ണുങ്ങളാ കേട്ടോ നിങ്ങള്, പറയാതിരിക്കാൻ വയ്യ. കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി, നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ നിങ്ങളോട് ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? ഇവിടെ ദിയാകൃഷ്ണൻ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ ഒരു അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി, നിങ്ങളുടെ അടുത്ത് ഞാൻ ചിരിച്ച് തമാശ പറഞ്ഞൊക്കെ പറഞ്ഞു നോക്കി, നിങ്ങൾ ഇനി മിസ്റ്റേക്സ് വരുത്തല്ലേ എന്ന് വരെ ഞാൻ പറഞ്ഞു നോക്കി. അത്രയും ഇതായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു നോക്കിയിട്ട് പോലും നിങ്ങൾ എൻ്റെ അടുത്ത് ഈ പരിപാടി കാണിച്ചല്ലോ. അതായത് അവൾമാരെ ന്യൂസിൽ വന്ന് പറഞ്ഞത് ഞങ്ങൾ അനിയത്തിമാരെ പോലെ ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങളെ മറ്റേ ജന്മി കുടിയാൻ വ്യവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത് എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു നോക്കി. അതായത് അവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടി അവൾമാർ പറഞ്ഞു.
പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ ദിയ ഇപ്പൊ മിസ്റ്റേക്കിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത സാധനം ഉപ്പുമുളക് ലൈറ്റിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ദിയ കൃഷ്ണയായിട്ട്. ഓബയോസിയുടെ ഓർണമെന്റ്സിൽ ഒരു ഡിഫക്റ്റഡ് പ്രൊഡക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. അന്ന് എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും കയറി എടുത്ത് മെയിനായിരുന്നു ദിയ കൃഷ്ണനെ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ പ്രശ്നം ഉണ്ടായതിന്റെ റീസൺ ഇവൾമാരാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അന്ന് ദിയയ്ക്ക് അതിനകത്ത് കൂടുതലായിട്ട് ട്രിഗർ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത് ദിയയുടെ കടയിലെ ആൾക്കാരാന്ന് പറഞ്ഞത്. അന്ന് ഇവൾമാരാ നിന്നിട്ടുള്ളത്. അപ്പം അതും ഇതും കൂടി ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇവൾമാരുടെ കളികളാ. അത്രയ്ക്കും രീതിക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ദിയേനെ. എന്നിട്ടും ദിയ വളരെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു. എന്നാലും ഇതിനകത്ത് ഇച്ചിരി ടെമ്പർ വിട്ട് പോകുന്നുണ്ട്. പക്ഷെ എങ്കിലും നോർമലി ഒരു പേഴ്സൺ ഇത്രയും ചതിവ് പറ്റിയിട്ട് നിൽക്കുമ്പോൾ സംസാരിക്കുന്ന ഒരു രീതിയല്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫിൽട്ടർ ചെയ്ത് സംസാരിക്കുന്നത്. മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചോണ്ടിരുന്നേ? ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50-നകത്ത് ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. ഇവരെ എല്ലാം അറിഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവന്മാര് മറ്റേ ആ ഒരു 50,000 ഇത് ഇങ്ങനെ മറ്റേ ഈ ഉടുമ്പ് പിടിച്ചേക്കുന്നത് പോലെ പിടിച്ചു വെച്ചേക്കുവാണ്. ഇവരുടെ അടുത്ത് സത്യം സത്യം പോലും പറയത്തില്ല, കള്ളത്തരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ ഞങ്ങളൊരു 50,000 രൂപ എടുത്തിട്ടുള്ള, അതായത് ഇവന്മാർ ഇത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഇവന്മാരുടെ ഭാഗത്ത് ന്യായമാക്കി വരുത്തണമല്ലോ. അപ്പൊ അതുകൊണ്ട് ആദ്യമേ പറയാം, ഞങ്ങളിത് നേരത്തെ പറഞ്ഞ് സോൾവ് ആക്കിയതല്ലേ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഇവന്മാർ എന്തോരം ഉഡായിപ്പുകളാണെന്ന്. ദിയ ഇരുന്ന് പറയുമ്പോഴും ഇത്രയും വൾഗറായിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും ഞങ്ങൾ ഇത് ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങളോട് എന്തിനു നിങ്ങൾ ഇത് സംസാരിക്കണം എന്നൊരു വാക്ക്, ആ ഒരൊറ്റ വാക്ക് ഇവന്മാരുടെ വായിന്ന് വന്നോ? ഇവൾമാര് നിന്ന് സോറി ചേച്ചി പറ്റിപ്പോയി ചേച്ചി എന്നേ പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇവൾമാര് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൾമാർക്ക് വോയിസ് ഇല്ലാത്തത്. തെറ്റ് ചെയ്യാത്ത ഒരാളെ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ചെയ്യാത്തൊരു തെറ്റിനെ പറ്റിയിട്ട് എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? ഇതൊക്കെ എന്താണ്? നിങ്ങൾക്ക് എന്താ അധികാരമുണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇത് സംസാരിക്കാൻ എന്ന് ഒരു വാക്ക് ചോദിച്ചൂടെ? തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അത് എന്തായാലും ചോദിക്കും, നിങ്ങൾ എന്തിനെ പറ്റിയാ പറയുന്നതെന്ന്. എന്തുകൊണ്ട് ഇവൾമാർ അത് പറയുന്നില്ല? മിണ്ടാതെ ഇരുന്നിട്ട് സോറി ചേച്ചി പറ്റിപ്പോയി ചേച്ചി മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ചെയ്തു, അതും കഴിഞ്ഞ് കുറ്റം പറഞ്ഞ് ഇത്രയും ചെയ്തു വെച്ചിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് സ്വന്തം ഭാഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദിയേന്റെ ഫാമിലിനെ മൊത്തത്തിൽ ഡിഫെയിം ചെയ്യാൻ നോക്കുന്നു. ദിയേന്റെ ഹസ്ബൻഡ് പൂവാലനെ പോലെ വിളിച്ച് ശല്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ദിയയുടെ ഹസ്ബൻഡ് വിളിച്ച് ലാസ്റ്റ് രാത്രി ഇത് പുറത്ത് വന്നതിന് ശേഷം ലാസ്റ്റ് രാത്രി വിളിച്ചു, ഇവൾമാരുടെ ഹസ്ബൻഡ്സും ഇവരുമൊക്കെ കൂടി വിളിച്ചു, അശ്വിനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിക്ക് സോറി ചേട്ടാ ഇതൊന്ന് സോൾവ് എന്ന് പറഞ്ഞ് ഇവര് വിളിച്ച സമയത്ത് അശ്വിൻ പറഞ്ഞത് എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നോട് കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ദിയ പറയുന്നത്. ഓക്കെ, ഈ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി വിളിച്ചിട്ടുണ്ടാവും, അല്ലാതെ വിളിക്കാൻ വേണ്ടിയിട്ട് അവനെന്താടാ ഭ്രാന്തുണ്ടോ? 3 കണ്ടേച്ചാലും മതി വിളിക്കാൻ പറ്റിയ ചളുക്കുകള്. ഇപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 3 പെട്ട്. കാര്യം മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായി ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി, എന്താണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ഈ കേസിന്റെ ഗതി പോവെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ന്യൂസും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു, നേരത്തെ പിന്നെ റിപ്പീറ്റേഷൻ എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി കേസിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു ഇന്നലെ ഒരു രാത്രി കൊണ്ട്. ഓക്കെ, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് കള്ളികൾ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി.